കഥ പറയുന്നുണ്ട്. ഏറ്റവും ഒരു രാജാവ് ചോദിക്കുന്നുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും സമാധാനത്തിൽ ജീവിക്കണ മനുഷ്യൻ ആരാന്ന് പറയാൻ പറയും. അങ്ങനെ മന്ത്രി കാണിച്ചു കൊടുക്കുന്നത്, ഇയാളാണ് ഇന്ന പെരിയിൽ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, അയാളാണ് നമ്മളെ നാട്ടിൽ കണ്ടിയിൽ ഏറ്റവും സമാധാനമുള്ള മനുഷ്യൻ. എന്നാൽ ഓൻ്റെ പെരൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഓൻ സുബൈക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു 99 സ്വർണ്ണ നാണയത്തിൻ്റെ ഒരു കിജ് കൊണ്ടിടാൻ പറയും. അങ്ങനെ വാതിൽ തുറന്നൊരു സുബൈക്ക് തന്നെ ഇറങ്ങുമ്പോൾ ഓന് ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ എണ്ണി വെക്കും, 99. ഒന്ന് കുറവുണ്ടല്ലോ. ആരാപ്പം എടുത്തത്? ഇപ്പം ആരോ കണ്ടുകണല്ലോ, ഇതിന് ആരോ ഒന്ന് എടുത്ത് ബാക്കി അവിടെ വെച്ചതാണല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജാവ് പോയി നോക്കാൻ പറയും, ഓൻ്റെ അവസ്ഥ എന്താന്ന്. ഓനെ കാണാൻ വെച്ചാന്ന്, ഉറങ്ങിയിട്ടുമില്ല, ഓനീ ഒന്ന് തിരഞ്ഞെടുക്കണ്. അതാണ് സഹോദരങ്ങളെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ. നമുക്ക് തോന്നും 10 കിട്ടിയാൽ നമ്മൾ പ്രശ്നം തീരുന്നു. ഇല്ല, അപ്പം നമുക്ക് 100 മാണ്ടി വരും. കാരണം 10 100ൻ്റെ കളിയാണ് കളിച്ച, 100 കിട്ടിയോ 1000ൻ്റെ കളിയാണ് കളിച്ച. അപ്പോൾ ഓനെ ഷോർട്ടേക്കാരം, എപ്പോഴും ഷോർട്ടിലാണ് വണ്ടി ഓടുക. അടുത്തുവെച്ച് കണ്ട് സമാധാനത്തിൽ പോകുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറണം, നിലപാട് മാറണം, ഉള്ളതിൽ സംതൃപ്തി വരണം. അല്ലേ? പണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഡൈവോഴ്സ് ആയിക്കാണ്ട് തിരിച്ചു പോണ്. അതായത് ഓനും പെണ്ണുങ്ങളും എങ്ങനെയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ല. അവസാനം ഇത് 2ആകാൻ തീരുമാനിച്ച് പെണ്ണുങ്ങളെ പെരീക്ക് ചർച്ചയ്ക്ക് പോയി. ഇനി ഇതെങ്ങനെയായാലും ഒന്നായിട്ട് പോകില്ല, അത് ഒഴിവാക്കി തന്നാളി എന്നാ പെണ്ണ്. ഇപ്പം അങ്ങനെയാണ് പുതിയ ട്രെൻഡ്, ഒഴിവാക്കി തന്നാളി. അന്നങ്ങിയാ പറയും ഒഴിവാക്കി തന്നാളി. കാരണം സ്വന്തമായിട്ടൊരു ഗൂഗിൾ പേയും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വന്തം ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും വിചാരം. ഒരു ചെറിയ വരുമാനം, ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ആരും ആവശ്യമല്ല, അതുകൊണ്ട് ഒഴിവാക്കി തന്നാളി. അപ്പോൾ മൂപ്പര് ഒഴിവാക്കാൻ വേണ്ടി പെരീക്ക് പോയതാണ്, പെണ്ണുങ്ങളെ പെരീക്ക് പോയി ചർച്ച നടന്ന് ഒഴിവാക്കി. മൂപ്പര് വലിയ വണ്ടിൻ്റെ 2.5 കോടിൻ്റെ കാറിൽ വരികയാണ് സാധു, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഡൈവോഴ്സ് ആക്കിയുണ്ട്. അപ്പോൾ അങ്ങാടിയൂടെ അങ്ങനെ വരുമ്പോണ്ട് പീഡിയക്കൊലായ്മ അങ്ങനെ അണ്ണാച്ചികൾ കെട്ടിപ്പിടിച്ച് കിടക്കണം, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. എന്താ ഇപ്പോൾ ഒരു പെരയില്ല, മഴ എങ്ങനെ പെയ്യ, എന്ത് സുഖത്തിലാ പോലും കിടക്കണം. ഇവിടെ കോടിക്കണക്കിന് റുപ്യേൻ്റെ വണ്ടി ഉണ്ടായിട്ട് ഡൈവോഴ്സ് ആക്കി വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ തോന്നലാണ്, അതുണ്ടാവും. സുഖം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കായ്യോണ്ട് ഒന്നുകൊണ്ട് കിട്ടൂല. അത് പടച്ചോൻ തരുന്നെ വേണം, അത് പടച്ചോൻ തരുന്നെ വേണം.